രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ ജാമ്യം കോടതി കൊടുത്തു. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജിയാണ് ജാമ്യം കൊടുത്തത്. അവരുടെ ചില നിരീക്ഷണങ്ങൾ ആ ജാമ്യം കൊടുക്കുന്ന ആ ഓർഡറിനകത്ത് തന്നെ കാണുന്നുണ്ട്. ഈ രണ്ടാമത്തെ യുവതിയുടെ പരാതിയിൽ ഒരു സ്വാഭാവികതയില്ല. അതിനകത്ത് മൊഴിയിലൊരു സ്വാഭാവികമായ ഒഴുക്ക് കാണുന്നില്ല. അതൊരു ലീഗൽ ഫ്രെയിം വർക്കിനെ ഉൾക്കൊള്ളിക്കൊണ്ട് ആരോ ചെയ്ത പോലെ തോന്നുന്നു എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു കഴിഞ്ഞു. ഒരു സ്വാഭാവികമായ ഒഴുക്ക് ആ മൊഴിക്കകത്തില്ല എന്നാണ് കോടതിയുടെ കണ്ടു. പിന്നെ മറ്റൊരു കോടതിയുടെ നിർദ്ദേശം, എന്തുകൊണ്ടാണ് ഈ ഒരു റേപ്പ് കേസ് ഉണ്ടായിട്ട് പോലും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയെ, വിവരമുള്ള ഒരു സ്ത്രീ എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ താമസിച്ചു? പരാതി കൊടുത്തത് തന്നെ SHOയ്ക്കല്ല, അതിന് പകരം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേലധികാരിക്കാണ് ഇമെയിലായിട്ട് ഒരു പരാതി പോയത്. അപ്പോൾ അത് പോലീസിനെ ഉദ്ദേശിച്ചിട്ടല്ല. പോലീസ് സ്റ്റേഷനിലെ ഒരു റേപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ട് മെഡിക്കൽ പരിശോധന നടത്തുന്നതാണ്. ഇതുവരെ ട്രൂ ആയിട്ടുള്ള, ശരിയായിട്ടുള്ള, യഥാർത്ഥത്തിലുള്ളതായ ഒരു റേപ്പ് കേസിനകത്ത് കാണപ്പെടുന്നത്. ഇതിനകത്ത് പിന്നെ അങ്ങനെയല്ല. കൺസെൻറ്റ് തീർച്ചയായിട്ടും ആ റേപ്പിനകത്ത് ഉണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും അതുകൊണ്ടാണ് അറസ്റ്റ് തടയുകയല്ല ചെയ്തത്, ജാമ്യം കൊടുക്കുകയാണ് ചെയ്തത്. മുൻകൂർ ജാമ്യം, കണ്ടീഷണൽ ജാമ്യം, എല്ലാ തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകും. എന്തായാലും രണ്ട് കേസിനകത്തും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി. ആദ്യത്തെ കേസിൽ രണ്ടാം പ്രതിയായ ആ ജോബി എന്ന് പറഞ്ഞ ഒരാളാണ് ഗർഭമലസിപ്പിക്കാനായിട്ട് ഗുളിക കൊടുത്തതെന്നാണ് ആരോപണം വന്നത്. അദ്ദേഹവും ഇപ്പം ജാമ്യത്തിനായി മൂവ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഒന്നാം പ്രതിക്ക് ജാമ്യം കൊടുത്ത സ്ഥിതിക്ക് ജോബിക്കും ജാമ്യം കിട്ടുന്നതിന് വലിയ തടസ്സം ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. രണ്ട് സ്ത്രീകളെ റേപ്പ് ചെയ്തതിനകത്ത് കോമൺ ആയിട്ട് രണ്ട് സ്ത്രീകൾക്കും കുട്ടികൾ തനിക്കുണ്ടാകണം എന്നുള്ള അതൊരു ലീഗൽ ഫ്രെയിം വർക്കിനകത്ത്, അല്ലെങ്കിൽ ഒരു ലീഗൽ ബ്രെയിൻ അതിനകത്തുണ്ട് ആ മൊഴിയിൽ. അത് അവരുടെ സ്വാഭാവികമായ ഒരു മൊഴിയല്ല എന്നാണ് കോടതി പറയുന്നത്. കാരണം ഈ രണ്ട് കേസിനകത്തുള്ള സ്ത്രീകളുടെ സ്റ്റേറ്റ്മെൻറ്റ് സമാനതകളുണ്ട്. അത് സ്വാഭാവിക ഒഴുക്കി കൂടെ വന്നതല്ല. കോമൺ ആയിട്ട് ആരോ ഒരു ലീഗൽ ആയിട്ട് സ്വല്പം സെൻസുള്ള ആൾക്കാർ എഴുതി കൊടുക്കുന്ന ഒരു മൊഴി പോലെ തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരമായ രണ്ട് ഒഫൻസ് ഉണ്ടായിട്ട് ഇമ്മീഡിയറ്റായിട്ട് പോലീസിൽ പോകാത്തത്? അത് ചിലതിന് മാസക്കണക്കിന് എടുത്തിരിക്കുന്നു ഇപ്പോൾ അത് പരാതി വരാൻ. അങ്ങനെ അത് തന്നെ ഈ പരാതി വരുന്ന സ്വഭാവം നോക്കണം. തേർഡ് പാർട്ടി ഒരാൾ അത് ആദ്യം പൊക്കി വിടുകയും അതിൻ്റെ പിന്നാലെ പരാതിക്കാരി വളരെ താമസിച്ച് വളരെ ആരോപപ്പെടുത്തിയ ശേഷം വന്ന് മൊഴി കൊടുക്കുന്നതായിട്ടാണ് ഇപ്പം കണ്ടുവരുന്നത്. അതിൻ്റെ സ്വാഭാവികതയെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ രണ്ട് കേസുകളിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ പ്രയോജനമൊന്നും പോലീസിനുണ്ടാവില്ല. പോലീസ് കുറ്റച്ചാർജ് കൊടുത്താലും ശരി. കാരണം ബേസിക് ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിൻ്റെ സ്വാഭാവികത ഈ മൊഴിയിലൊന്നും നടന്നിട്ടില്ല. അത് കെട്ടിപ്പടുത്തതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ജാമ്യത്തിനകത്ത് ഇപ്പം കൊടുക്കാനുണ്ടായ കാരണം. പക്ഷേ അതൊന്നും ജാമ്യം കൊടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് ആ കേസ് നിലനിൽക്കുന്നതല്ല എന്നാരും പറയില്ല. അതിനകത്ത് പോലീസ് അതിൻ്റെ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് തന്നെ കുറ്റച്ചാർജ് കൊടുത്താൽ ട്രയലിലേക്ക് വരും. ട്രയലിലേക്ക് വരുമ്പം മാത്രമേ കോടതി അതിനകത്ത് എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടോ എന്ന് നോക്കുകയുള്ളൂ. ജാമ്യം കൊടുത്തതിനകത്ത് ജില്ലാ കോടതി എന്താണ് ഒബ്സർവ് ചെയ്തെന്നോ അതിനകത്ത് എന്ത് ഗുണം പ്രതിക്ക് കിട്ടിയെന്നോ വാദിക്ക് കിട്ടിയെന്നൊന്നും നോക്കാറില്ല. കോടതിയിൽ കുറ്റച്ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എവിഡൻസ് ആണ് കോടതി നോക്കുന്നത്. ഈ രണ്ട് കേസിൻ്റെയും അതിനകത്തും ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇനി സ്വതന്ത്രമായിട്ട് നടക്കാം. ഇനി ഇതേപോലെയുള്ള പരാതി വരുമോ ഇല്ലയോ എന്ന് പറയാൻ ഒക്കില്ല. കാരണം ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ കൂടിയാണ് ഈ രണ്ട് പരാതി വന്നെന്നാണ് പൊതുജനങ്ങൾ കരുതുന്നത്. ഏതായാലും ജാമ്യം ലഭിച്ച സ്ഥിതിക്ക് അദ്ദേഹം ഒളിവ് ജീവിതം മതിയാക്കി വരും, അത് രംഗത്ത് വരും, ഫീൽഡിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്ന് പ്രവർത്തിക്കുന്നതിന് ഇപ്പം യാതൊരു നിയമ തടസ്സങ്ങളുമില്ല. രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ മുമ്പിൽ ചിലവാകില്ല. ജനങ്ങൾ കൃത്യമായി ആ ആൾ രാഷ്ട്രീയം നോക്കാതെ വ്യക്തികളെ നോക്കി, അവരുടെ പ്രവർത്തന മേഖലകളെ നോക്കി, അവരുടെ ആ ഏരിയയിലുള്ള അദ്ദേഹം ബന്ധപ്പെടുന്ന അവിടുത്തെ കുടുംബക്കാർ,
അവരുടെ പെരുമാറ്റം എന്താണ് ആ രീതിയിൽ മാത്രമേ ജനങ്ങൾ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ബോയ്ക്കോട്ട് രാഹുലിൻ്റെ പേരിൽ ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന് യഥേഷ്ടം അദ്ദേഹത്തിൻ്റെ നാട്ടിലും അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും അത് MLA ആയിരിക്കുന്ന സ്ഥലങ്ങളിലും പോകുന്നതിന് തടസ്സമില്ല. അതിന് തടസ്സം നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെയാണ്, അതിൻ്റെ മേലധികാരികളാണ്. അത് വകവെക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം രാഹുലിനെ സംബന്ധിച്ചും രാഹുലിൻ്റെ അണികളെ സംബന്ധിച്ചും അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നവരെ സംബന്ധിച്ചും ആ രാഷ്ട്രീയ പാർട്ടിയുടെ മേലധികാരികളിലെ മേലാവിലുള്ളവർ ഇപ്പം നിശ്ചിതമായിരിക്കുന്ന അദ്ദേഹത്തിനെ നിരോധിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് വലിയ വിലയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം യഥേഷ്ടം പ്രവർത്തിക്കും, ആ പ്രവർത്തനത്തിനുള്ള ഫലം ജനങ്ങൾ കൊടുക്കും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പം ഈ ഭരണകാലത്തും ഈ കാലാവധി തീർന്നാലും അടുത്ത പ്രാവശ്യം അവിടെ മത്സരിച്ചാൽ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.